കോൺടാക്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് സാലിയാണ് എടുത്തത്. സാലിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ട്രാൻസാക്ഷൻസ് ഒക്കെ സ്മൂത്ത് ആയിരുന്നു. ഒക്കെ സ്മൂത്ത് ആയിരുന്നു. വെരി ഹാപ്പി. എല്ലാം സ്മൂത്ത്. ഞാൻ സാലിന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം റെഡി ആയതിനു ശേഷം വിളിച്ചാൽ മതി രജിസ്ട്രേഷൻ പറഞ്ഞു. ഓക്കെ, അത് സാലിയാണ് ഡീൽ ചെയ്യണത്. അപ്പോൾ സാലി നിങ്ങളെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ. ഹലോ വ്യൂവേഴ്സ്, ഷാസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഷാസിൻ്റെ ഒരു ഹാപ്പി സെല്ലറെ പരിചയപ്പെടാം, മിസ്റ്റർ വി നായർ സർ. ഷാസ് പ്രോപ്പർട്ടീസിലൂടെ അദ്ദേഹത്തിൻ്റെ അഗത്തേത്തറ ലൊക്കേഷനിലെ 4 BHK ഇൻഡിപെൻഡൻറ്റ് ഹൗസ് സെയിൽ ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം. ഷാസിൻ്റെ സിൽവർ പാക്കേജ് രജിസ്ട്രേഷനിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി സെയിലായിരിക്കുന്നത്. പ്രോപ്പർട്ടി ID ഷാസ് PB 3498. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിനെ നമുക്ക് നേരിട്ടറിയാം. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്തു, ഞങ്ങൾ വീട് വിൽക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ പ്രോപ്പർട്ടി വിൽക്കാൻ നിങ്ങളുടെ ഇത് കണ്ടപ്പോൾ നമ്മൾ റിവ്യൂസ് നോക്കിയപ്പോൾ കുഴപ്പമില്ല തോന്നി. നമ്മൾ നോക്കുമല്ലോ, സ്റ്റാർസ് ഒക്കെ നോക്കുമല്ലോ. കോൺടാക്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് സാലിയാണ് എടുത്തത്. സാലിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ അഹമ്മദാബാദിന് ഇങ്ങനെ പ്രോപ്പർട്ടി വിൽക്കാനുണ്ട്. ഞങ്ങൾ ആണ്ടിമട തന്നെ ജംഗ്ഷനിലാണ് വീട്. അറൗണ്ട് 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് സ്ഥലം. 17 സെൻറ്റാണ് പറഞ്ഞത്. 17 സെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉറപ്പ് തന്നതാണ്. ഞാൻ യൂക്കോ ബാങ്കിലാണ്, അഹമ്മദാബാദിലാണ്. ഇപ്പോൾ റിട്ടയറായി. 2021 റിട്ടയർ ആയത് നവംബറിൽ. കൊടുക്കാനുള്ളത് അവിടെ നിന്നാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. അപ്പത്തിന് റെസ്പോണ്ട് വന്നു കേട്ടോ. മഞ്ജു എന്ന് പറഞ്ഞ ആ കുട്ടി വിളിച്ചിരുന്നു. പിന്നെ മരിയാണ് പ്രോപ്പർട്ടീസ് വിളിക്കുന്നത്, നിങ്ങൾ ഫോട്ടോസ് ഒക്കെ വേണം. പിന്നെ എമൗണ്ട് പറഞ്ഞപ്പോൾ ഞാൻ 1.5 ആണ് പറഞ്ഞത്. 1.5 എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ, അത് സാലിയാണ് ഡീൽ ചെയ്യണത്. അപ്പോൾ സാലി നിങ്ങളെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഇങ്ങനെ നമ്മളെ കോൺടാക്ട് ചെയ്തത്. നമ്മുടെ എൻ്റെ ഒരു പാക്കേജ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത്? അത് 1 ഇയറിന്റെ പാക്കേജ് ആയിരുന്നു. അത് തീർന്നിട്ട് ഒന്നും നടന്നില്ല. പിന്നെ ആദ്യം ഞാൻ ഇങ്ങനെ നിങ്ങളോട് കോൺടാക്ട് ചെയ്ത് നമ്മളിപ്പോൾ നാട്ടിൽ വന്നപ്പോൾ പേഴ്സണൽ കോൺടാക്ട് നടന്നു. അതിലാണ് എല്ലാം മെറ്റീരിയലൈസ് ആയത്. ട്രാൻസാക്ഷൻസ് ഒക്കെ സ്മൂത്ത് ആയിരുന്നു. ഒക്കെ സ്മൂത്ത് ആയിരുന്നു. വെരി ഹാപ്പി. എല്ലാം സ്മൂത്ത് ആയിരുന്നു. കാരണം എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ നമുക്ക് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കാൻ പറ്റും. ഇവിടെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കാരണം മറ്റേതാകുമ്പോൾ നമുക്ക് എപ്പോഴും ടെൻഷനാണ്. കാരണം ഇവിടെ കിടക്കും നമ്മൾ എപ്പോഴും വരാനും പോയാലും നമുക്കത് ബുദ്ധിമുട്ട്. അമ്മയുണ്ട്, അമ്മയെ വിളിച്ചിട്ട് ബുദ്ധിമുട്ട്. ഓരോ പ്രാവശ്യം വരുമ്പോഴും നല്ല എമൗണ്ട് ചിലവാണ്. 1 lakhന്റെ മുകളിൽ പോകുന്നുണ്ട്. ട്രാവലും പിന്നെ ഇവിടുത്തെ അക്കോമഡേഷനും അവിടുത്തെ അക്കോമഡേഷനും രണ്ടിൻ്റെയും ചിലവ് നമ്മൾ തന്നെ നടത്തണമല്ലോ. സോ ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ സാലിന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം റെഡി ആയതിനു ശേഷം വിളിച്ചാൽ മതി രജിസ്ട്രേഷൻ. ശരിക്കും ഈ ഒരു വരവിന് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. എഗ്രിമെന്റിനും പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് നിങ്ങൾ മാർച്ചിൽ വന്നാൽ മതി, മാർച്ചിൽ വന്ന് എല്ലാം റെഡിയാക്കാം. അപ്പൊ അങ്ങനെ റെഡിയായി. എഗ്രിമെന്റ് വെച്ചിട്ട് നമ്മൾ ഞങ്ങളുടെ സർവീസുകളും ഹാപ്പിയാണ്. Thank you sir for sharing your experience with Shas. Wish you all the best. Thank you.